മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. ചിലരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത് എന്ന് അവർ പറയുമെങ്കിലും അങ്ങനെ ഒന്നുമില്ല എന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് തിരിച്ചറിയാനാകും. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. തുറന്ന് സംസാരിക്കുന്നവരുടെ മനസ്സിൽ കള്ളമുണ്ടാവില്ല. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയുമുണ്ടാവില്ല. ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്ത, ഉണർന്നാൽ ഉറങ്ങാനാവുമോ എന്ന് ഉറപ്പില്ലാത്ത വെറും നിസ്സാരതയാണ് ഓരോ ജീവിതവും. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്തു പിടിക്കേണ്ട സമയത്ത് ചേർത്തു പിടിക്കുക തന്നെ വേണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തിനും മൂല്യമുണ്ടാവില്ല. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാവുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കരുത്. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശമായ അവസ്ഥ അവരിൽ എത്ര പേർ നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധിക സമയം വേണ്ടി വരില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുക എന്നതാണ് ഒരു ബന്ധം നശിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന്. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. അതിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദം അധികകാലം നിലനിൽക്കില്ല. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഒരാൾ നിങ്ങൾക്ക് തരുന്നത് അയാളുടെ സമയമാണെന്നിരിക്കട്ടെ, അതിനേക്കാൾ വലിയൊരു സമ്മാനം അയാൾക്ക് തരാൻ കഴിയില്ല. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ 2 അടി പുറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത്. പകരം അവരെ ബഹുമാനിക്കുക. കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിരാശയാവും ഫലം.